വേൾഡ് കപ്പിൽ ഞെട്ടിപ്പിക്കുന്ന റിസൾട്ടുകൾ സമ്മാനിച്ച രാത്രിയാണ് കടന്നുപോയത്. വമ്പന്മാർക്ക് ലോക്കിട്ട രാത്രി. വമ്പന്മാർക്ക് വിജയം അനായാസമെന്ന് കരുതിയ ടീമുകൾക്കെതിരെ അവ കുഞ്ഞൻ ടീമുകൾ പൂട്ടിയ രാത്രി. ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത റിസൾട്ടുകളാണ് ഇന്ന് രാത്രി ഫുട്ബോൾ ലോകകപ്പിന് സമ്മാനിച്ചത്. കണക്ക് പുസ്തകത്തിൽ പോലും ഉൾപ്പെടുത്താത്ത കുഞ്ഞൻ ടീമുകളാണ് വമ്പന്മാരെ നല്ല ലോക്കിട്ട് പൂട്ടിയത്. ആദ്യം നടന്നത് രാത്രിയുള്ള പോരാട്ടമായിരുന്നു. സ്പെയിൻ vs കപ്പ് വെർദെ പോരാട്ടം. ഫിഫ റാങ്കിങ്ങിലെ 2ാം സ്ഥാനക്കാരും 66ാം സ്ഥാനക്കാരും തമ്മിൽ ഏറ്റുമുട്ടിയ പോരാട്ടം. സ്പെയിൻ്റെ പ്രഡിക്ഷനുകളിൽ സ്പെയിൻ ഗോൾ വല നിറക്കുമെന്നായിരുന്നു പ്രവചനം. എന്നാൽ മത്സരം തുടങ്ങി ആദ്യ മിനിറ്റുകളിൽ തന്നെ സ്പെയിൻ്റെ ആക്രമണം തന്നെയാണ് കണ്ടത്. പക്ഷേ കപ്പ് വെർദെയുടെ ബോക്സിലേക്ക് ഇരച്ചു കയറാൻ സ്പെയിൻ പരമാവധി ശ്രമിച്ചെങ്കിലും ബോക്സ് ലൈനോട്ട് അടുപ്പിക്കാൻ കപ്പ് വെർദെ തയ്യാറായിരുന്നില്ല. ഗോൾ കീപ്പറായ വൊയിൻഹയുടെ മിന്നും പ്രകടനം കണ്ട് തന്നെയാണ് മത്സരം അവസാനിച്ചത്. വൊയിൻഹയുടെ മിന്നും സേവുകളാണ് കപ്പ് വെർദെയെ ചരിത്ര നിമിഷം സമ്മാനിച്ചത്. മത്സരത്തിലുടനീളം ഇരുവിങ്ങുകളിലൂടെയും സ്പെയിനിന്റെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. പക്ഷേ കപ്പ് വെർദെ ഡിഫൻസിന്റെ ശക്തമായ ഇടപെടൽ ഗോളില്ലാത്ത മത്സരം സമ്മാനിച്ചു. വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളിലൊന്നാണ് സ്പെയിന്. ആ സ്പെയിനെയാണ് കപ്പ് വെർദെ തോൽപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നായ കപ്പ് വെർദെ ഫേവറേറ്റുകളായ സ്പെയിനെ പൂട്ടിക്കെട്ടുകയായിരുന്നു. ഇനി അതിനുശേഷം നടന്ന മറ്റൊരു മത്സരത്തിൽ യൂറോപ്യൻ വമ്പന്മാരായ ബെൽജിയമും ആഫ്രിക്കൻ കരുത്തരായ ഈജിപ്തും തമ്മിലുള്ള മത്സരത്തിൻ്റെ ഫലവും ഈജിപ്ത് തോൽക്കുമെന്നായിരുന്നു പ്രവചനങ്ങൾ ഏറെയും. പക്ഷേ മത്സരത്തിൽ ആദ്യം ഗോൾ നേടിയത് ഈജിപ്താണ്. ഒടുക്കം മത്സര സമനിലയിൽ കലാശിച്ചു. യൂറോപ്യൻ വമ്പന്മാരായ ബെൽജിയമും ആഫ്രിക്കൻ കരുത്തരായ ഈജിപ്തും തമ്മിലുള്ള മത്സരത്തിന് മുന്നേ തന്നെ ആധിപത്യങ്ങൾ സ്ഥാപിക്കുക ബെൽജിയമാകുമെന്ന് കൃത്യമായി പ്രവചിച്ചവരാണ്. പക്ഷേ കളത്തിൽ അതൊന്നുമല്ല കണ്ടത്. ഈജിപ്തിൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു. ഓരോ ബെൽജിയം മുന്നേറ്റത്തിനും ഈജിപ്ത് തിരിച്ച് പ്രത്യാക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. മത്സരത്തിന് 20 മിനിറ്റ് പ്രായമാകുമ്പോൾ അഷോർ നേടിയ ഗോളിലൂടെ ഈജിപ്താണ് ആദ്യം മുന്നിലെത്തുന്നത്. ആദ്യ പകുതിയിൽ 1-0 മുന്നിലായ ഈജിപ്തിനെതിരെ മത്സരത്തിന്റെ 66ാം മിനിറ്റിലാണ് ബെൽജിയം ഒപ്പം പിടിക്കുന്നത്. ഹനിയുടെ സെൽഫ് ഗോളിലൂടെയാണ് ബെൽജിയമും ഈജിപ്തും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിക്കുന്നത്. മറ്റൊരു മത്സരം സൗദി അറേബ്യയും ഉറുഗ്വേയും തമ്മിലുള്ളതായിരുന്നു. കഴിഞ്ഞ തവണ ലോകവമ്പന്മാരായ അർജന്റീനയെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തിയ അതേ സൗദി മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തെ കൂടി നാണം കെടുത്തിയിരിക്കുകയാണ്. ഉറുഗ്വേയെ പൂട്ടിയിരിക്കുകയാണ് സൗദി. കഴിഞ്ഞ വർഷം ഫുട്ബോൾ ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് അർജന്റീനക്കെതിരെ 2-1 വിജയം നേടാൻ സൗദിക്കായത്. ഇതാ അവസാന നിമിഷമാണ് ഉറുഗ്വേ തങ്ങളുടെ മാനം രക്ഷിച്ചത്. അല്ലെങ്കിൽ മറ്റൊരു വമ്പന്മാരെ കൂടി സൗദി അടിയറവ് വെച്ചിരുന്നു. മത്സരത്തിന്റെ 41ാം മിനിറ്റിൽ അൽ അമരി നേടിയ ഗോളിലൂടെ സൗദി അറേബ്യ മുന്നിലെത്തുന്നു. പിന്നീട് ഇരു ടീമുകളുടെയും ആക്രമണങ്ങൾ കണ്ടെങ്കിലും തിരിച്ചടിക്കാനുള്ള ഉറുഗ്വേ ശ്രമം നല്ല രീതിയിൽ നടന്നു. പക്ഷേ ഒടുക്കം മത്സരത്തിന്റെ 80ാം മിനിറ്റിലാണ് ഉറുഗ്വേക്കാർക്കൊന്ന് ആശ്വാസം വീണത്. കാരണം തോൽവി ഒഴിവാക്കാൻ മത്സരത്തിന്റെ 80ാം മിനിറ്റിൽ അറൂഹോ നേടിയ ഗോളിലൂടെ ഉറുഗ്വേക്കാരുടെ ശ്വാസം വീണു. അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ഉറുഗ്വേയും സൗദിക്ക് മുന്നിൽ നാണം കെട്ടേനെ. ഏതായാലും ഫുട്ബോൾ ലോകത്ത് ഞെട്ടിപ്പിക്കുന്ന റിസൾട്ടുകൾ സമ്മാനിച്ച ഒരു രാത്രിയാണ് കടന്നുപോയത്. വമ്പന്മാരായ ഉറുഗ്വേയെ പൂട്ടിക്കെട്ടി ഏഷ്യൻ വമ്പന്മാരായ സൗദി അറേബ്യ. മറ്റൊരു മത്സരത്തിൽ യൂറോപ്യൻ വമ്പന്മാരായ ബെൽജിയത്തിനെ സമനിലയിൽ തളച്ച ഈജിപ്തും. പിന്നെ വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത ലോകം കൽപ്പിച്ച സ്പെയിനെ ഒരു കുഞ്ഞു രാജ്യമായ കപ്പ് വെർദെ ഗോൾ രഹിത സമനിലയിൽ തളച്ച രാത്രി. അങ്ങനെ നിമിഷങ്ങളേറെയാണ് സമ്മാനിച്ചുകൊണ്ടാണ് ഈ രാത്രി കടന്നു പോയത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും കാണാം.